ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം കാൽവരി കുന്നിൻ്റെ മുകളിൽ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന 3 മനുഷ്യർ എന്നതിനെ പറ്റിയാണ്. 3 മനുഷ്യർ ഒരുപോലെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ വചനം ഇവരെ 3 പേരെയും വ്യത്യസ്തമായ 3 രീതിയിലാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ മനുഷ്യൻ അവൻ്റെ പാപത്തിൽ മരിക്കുന്നു. രണ്ടാമത്തെ മനുഷ്യൻ പാപത്തിന് മരിക്കുന്നു. മൂന്നാമത്തെ മനുഷ്യൻ പാപത്തിന് വേണ്ടി മരിക്കുന്നു. ഒന്നാമത്തെ വ്യക്തി പാപത്തിൽ മരിക്കുന്നു, ഡൈയിങ് ഇൻ സിൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പാപത്തിൽ മരിക്കുന്നു. മാനസാന്തരപ്പെടാത്ത കള്ളനെ പറ്റിയാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം ഒരു വ്യാഖ്യാനം നൽകുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നവരാണ് ഞാനും നിങ്ങളും. എങ്കിലും മാനസാന്തരപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ നല്ലവനായ ദൈവം നമുക്ക് തരുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനുള്ള അവസരങ്ങളാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കള്ളൻ കുരിശിൽ കിടക്കുന്ന സമയത്ത് യേശുവിനെ തൊട്ടടുത്ത് കണ്ടിട്ട് പോലും അവൻ മാനസാന്തരപ്പെടാനോ അവൻ്റെ ജീവിതത്തെ ഒന്ന് തിരുത്തുവാനോ അവൻ തയ്യാറാകുന്നില്ല. നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചതുകൊണ്ടാണ് റോമാക്കാർ അവനെ കുരിശിൽ തറച്ച് കൊല്ലാനായിട്ട് കൽപ്പിച്ചത്, ഉത്തരവിട്ടത്. റോമാ സാമ്രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചതിനേക്കാളും വലിയ ഒരു ലംഘനം യഥാർത്ഥത്തിൽ അവൻ നടത്തിയിട്ടുണ്ട്. അത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, വേണമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും അവൻ്റെ മേൽ അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ശമ്പളമാണ് മരണം. ഇറ്റേണൽ ഡെത്ത്, ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും നിത്യമായിട്ടുള്ള ഒരു വേർപാട്, ഒരു വേർതിരിവ്. ഈ കുറ്റവാളി കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ദേശത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രസംഗങ്ങൾ അവിടെ മുഴങ്ങിക്കേൾക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ കുറ്റവാളിയായി ജീവിക്കുന്നത്. പലപ്പോഴും അവൻ മോഷണം നടത്താൻ പോകുന്ന സമയത്ത് വലിയ ജനക്കൂട്ടങ്ങൾ നിരനിരയായി പോകുന്നത് കണ്ട് അവൻ ആളുകളോട് ചോദിച്ചു കാണും, എന്തുകൊണ്ടാണ് ഇപ്രകാരം 10,000 ഒരു സ്ഥലത്തേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആരെങ്കിലുമൊക്കെ മറുപടി കൊടുത്തു കാണും, നീ അറിഞ്ഞില്ലേ, മിശിഹ വന്നിരിക്കുന്നു, അഭിഷിക്തൻ വന്നിരിക്കുന്നു, രക്ഷകൻ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നു. അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു. എന്തിന്? മരിച്ചവർ പോലും ഉയർപ്പിക്കപ്പെടുന്നു. നീ വരുന്നോ? യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ നീ വരുന്നോ? ഓ, എനിക്കിതിനൊന്നും നേരമില്ലെന്നേ, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വഴിക്ക് തന്നെ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും ചെന്ന് യേശുവിൻ്റെ അത്ഭുതമൊന്ന് കാണുവാനോ യേശുവിൻ്റെ പ്രസംഗമൊന്ന് കേൾക്കുവാനോ അവൻ തയ്യാറായില്ല. 3.5 വർഷമാണ് യേശു തുടർച്ചയായിട്ട് ആ ദേശത്ത് തൻ്റെ ശുശ്രൂഷ ചെയ്തത്. മറ്റെങ്ങും പോകാതെ അവിടെ തന്നെ യേശു തൻ്റെ ശുശ്രൂഷ ചെയ്തു. എന്നിട്ടും ഒരിക്കൽ പോലും യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കാനോ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനോ അവൻ തയ്യാറായില്ല. അവൻ്റെ എത്രയോ കൂട്ടുകാരായ പാപികൾ മാനസാന്തരപ്പെട്ട് കാണും. അവനെപ്പോലെ പാപത്തിൽ ജീവിച്ച എത്രയോ പേർ യേശുവിൻ്റെ അഭിഷേകം നിറഞ്ഞ വചനം കേട്ട് തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് കാണണം. എന്നിട്ടും അവൻ ഒരിക്കൽ പോലും മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. ശ്രദ്ധിക്കണം, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും
അവൻ മാനസാന്തരപ്പെടാൻ തയ്യാറാകാഞ്ഞതിനാൽ അവനവൻ്റെ പാപത്തിൽ മരിക്കുകയാണ്. ഡൈയിങ് ഇൻ സിൻ, അവൻ്റെ പാപത്തിൽ മരിക്കുകയാണ്. അത് ഇനവിറ്റബിളായി തീർന്നു, അത് ഒഴിവാക്കാനാവാത്ത ഒരു ദുരന്തമായി തീർന്നു. ബൈബിളിലുടനീളം ഇങ്ങനത്തെ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസരങ്ങൾ ദൈവം കൊടുത്തിട്ടും അതിനെ തട്ടിക്കളഞ്ഞിട്ട് പാപത്തിൽ മരിക്കുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ഹെരോദേസ് രാജാവിനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. ഹെരോദേസ് രാജാവ് വലിയ പാപത്തിൽ ജീവിച്ച വ്യക്തിയാണ്. എന്നിട്ടും യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യേശുവിനെ പീലാത്തോസ് ഹെരോദേസിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, യേശുവിനെ തൊട്ടടുത്ത് നിന്ന് കാണാനും യേശുവിൻ്റെ മുഖം വളരെ അടുത്ത് നിന്ന് കാണാൻ, അവൻ്റെ ശാന്തത നിറഞ്ഞ മുഖം ഒന്ന് കാണുവാൻ, അവൻ്റെ വചനം കേൾക്കാൻ, എന്തിനവനെ ഒന്ന് സ്പർശിക്കാൻ ഒക്കെ ഹെരോദേസിന് ഭാഗ്യം കിട്ടി. പക്ഷെ ഹെരോദേസ് യേശുവിൻ്റെ മുമ്പിൽ പെരുമാറുന്നത് ഒരു ജോക്കറിനെ പോലെയാണ്. ഒരു വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞ് ഒരു കോമാളിയെപ്പോലെ, ഒരു നോർമാലിറ്റി നഷ്ടപ്പെട്ടവനായി, സ്വാഭാവികത നഷ്ടപ്പെട്ടവനായി ഹെരോദേസ് പെരുമാറിയതിനാൽ യേശു ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പീലാത്തോസിൻ്റെ പക്കൽ യേശു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവിടുത്തെ രാജ്യത്തെപ്പറ്റി പോലും സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്ഷകനെ തൊട്ടടുത്ത് കിട്ടിയിട്ടും മാനസാന്തരപ്പെടുവാൻ ഹെരോദേസ് തയ്യാറാകുന്നില്ല. ഗെത്സമനെ തോട്ടത്തിൽ യേശുവിനെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യാൻ വരികയാണ്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? യേശു പറഞ്ഞു, നസറായനായ യേശുവിനെ. അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. ഉടൻ യേശു മറുപടി കൊടുത്തു, അത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട് പട്ടാളക്കാരെല്ലാം താഴെ വീഴുകയാണ്. ഇത് ചുമ്മാ കാറ്റടിച്ച് വീണമൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിൻ്റെ ഒരു വലിയ പകർച്ച അവിടെ ഉണ്ടാകുകയും ദൈവശക്തിയാൽ കൊടുങ്കാറ്റിൽ ഇലകളും മരത്തിൻ്റെ ചില്ലകളും ആടുന്നത് പോലെ പട്ടാളക്കാർ യഥാർത്ഥത്തിൽ അവിടെ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചു. ദേ ഹാഡ് എ ഗോഡ് എക്സ്പീരിയൻസ്. അവർക്കൊരു ദൈവാനുഭവം ഉണ്ടായി. ജീവനുള്ള ദൈവം അവരെ തൊടുന്ന അനുഭവം അവർക്കുണ്ടായി. അരൂപിയായ ദൈവത്തിൻ്റെ സ്പർശനം അവർക്കുണ്ടായി. അവർ നിലം പതിച്ചു. എന്നിട്ടും എൻ്റെ ദൈവം എന്നെ തൊട്ടല്ലോ, ഞാനിപ്പോൾ അനുഭവിച്ചത് എന്താണ് എന്ന് ചിന്തിക്കാതെ അവർ എഴുന്നേറ്റ് വന്ന് യേശുവിൻ്റെ കരണത്തടിക്കുകയാണ്. യേശുവിൻ്റെ പുറത്തവർ തുപ്പുകയാണ്. തീർന്നില്ല. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ്റെ ചെവി പത്രോസ് വാളെടുത്ത് വെട്ടിക്കളഞ്ഞിട്ട് അവൻ്റെ ചെവി താഴെ വീണ് കിടക്കുകയാണ്. അവൻ വേദനയാൽ പുളയുകയാണ്, പിടയുകയാണ്. യേശു താഴെ നിന്ന ചെവിയെടുത്ത് ഒരു മിറക്കിൾ തന്നെ, ഒരു വലിയൊരു അത്ഭുതം തന്നെ ചെയ്തുകൊണ്ട് അവൻ്റെ ചെവി ഒരു പ്ലാസ്റ്റിക് സർജൻ തുന്നിപ്പിടിപ്പിക്കുന്നത് പോലെ 2 സെക്കൻഡുകൾ പോലും എടുക്കാതെ അവൻ്റെ ചെവിയെ കർത്താവ് പിടിപ്പിക്കുകയാണ്, അത്ഭുതകരമായിട്ട് യോജിപ്പിക്കുകയാണ്. അവൻ ആ അത്ഭുതം അനുഭവിച്ചറിഞ്ഞവനാണ്. എന്നിട്ടും അവൻ യേശുവിൻ്റെ കരണത്തടിച്ചു. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമെന്നല്ലേ യഥാർത്ഥത്തിൽ അവൻ പറയേണ്ടത്. ദൈവം അവനൊരു അവസരം കൊടുത്തു, മാനസാന്തരപ്പെടുക. രക്ഷകൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു, കർത്താവ് നിന്റെ മുൻപിൽ നിൽക്കുന്നു, നിന്റെ ദൈവം നിന്റെ മുൻപിൽ നിൽക്കുന്നു, നിന്നെ സ്നേഹിക്കുന്ന രക്ഷകൻ മനുഷ്യനായി നിന്റെ മുൻപിൽ നിൽക്കുന്നു. റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സന്ദേശം ക്ലിയർ ആയിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ അവരാരും കർത്താവിന് മറുപടി കൊടുത്തില്ല. അവരെല്ലാവരും മാനസാന്തരപ്പെടാൻ കിട്ടിയ അവസരങ്ങളെ വിലയില്ലാത്തതായി കണ്ട് തട്ടിക്കളയുകയായിരുന്നു. അതുകൊണ്ട് അവരവരുടെ പാപങ്ങളിൽ മരിച്ചു. പാപങ്ങളിൽ മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നി പോലൊരു വചനം അയക്കുന്നുണ്ട്. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ തന്നെ പാപമായിരിക്കും, നിന്റെ തന്നെ അകൃത്യങ്ങളായിരിക്കും നിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്രമാത്രം ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. ദൈവം പറയുകയാണ്, മകനെ, മകളെ, ഞാനല്ല നിന്നെ നരകത്ത് വിടാൻ പോകുന്നത്, ഞാനല്ല നിന്നെ തീയിലേക്ക് വലിച്ചെറിയാൻ പോകുന്നത്, എന്നെക്കൊണ്ടത് പറ്റില്ല, നീ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. യു ആർ റെസ്പോൺസിബിൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് സാത്താൻ്റെ മാർഗത്തിലൂടെ നീ പോകുന്നത്, പാപത്തെ നീ പുൽകുന്നത്, പാപത്തിൻ്റെ സുഖത്തെ നീ കെട്ടിപ്പിടിക്കുന്നത് എത്രമാത്രം കയ്പ് നിറഞ്ഞതായിരിക്കും, എത്രമാത്രം ദോഷകരമായിരിക്കുമെന്ന് നീ അനുഭവിച്ചറിയും. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെപ്പറ്റി പറയുന്ന സമയത്ത് യേശു പറയുന്ന ഒരു വാക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാക്കാണ്. അവിടെ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നാണ്. ആരും പ്രവേശിപ്പിക്കുന്നതല്ല,
അവർ നടന്ന് കയറുകയാണ്. ദുഷ്ടന്മാർ സാത്താൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്, നടന്ന് കയറുകയാണ്. അവരുടെ തന്നെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കുകയാണ്. ആസിഡ് നിറഞ്ഞിരിക്കുന്ന കുപ്പിയിൽ കൊണ്ടുപോയി കൈ മുക്കിക്കളഞ്ഞാൽ, കൈ മുക്കിപ്പിടിക്കുകയാണെങ്കിൽ കൈ മുഴുവൻ പൊള്ളിപ്പോകും. ആ പൊള്ളിപ്പോയതിൻ്റെ കാരണക്കാരൻ ദൈവമല്ല, കൈ മുക്കിയ വ്യക്തിയാണ്. ആസിഡിൽ കൈ മുക്കിയാൽ പൊള്ളുമെന്ന് അറിയാമായിരുന്നിട്ടും അവൻ അതിൽ കൊണ്ടുപോയി കൈവച്ചാൽ അവൻ്റെ കൈ പൊള്ളുകയില്ലേ? തീയിൽ കൊണ്ടുപോയി കൈവച്ചാൽ തീ കരിഞ്ഞു പോകത്തില്ല, നമ്മുടെ കൈ കരിഞ്ഞു പോകത്തില്ലേ? ദൈവമല്ല അതിന് ഉത്തരവാദി, നമ്മളാണ്. ഇതുപോലെ കർത്താവ് പറയുകയാണ്, നീ പാപവുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നാൽ, നീ പാപത്തിൽ രസിച്ചുകൊണ്ടിരുന്നാൽ, നീ പാപത്തെ വിട്ടു മാറാതിരുന്നാൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്, എനിക്കല്ല എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാന നിമിഷങ്ങളിൽ രക്ഷകൻ കുരിശിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് കണ്ടിട്ടും മാനസാന്തരപ്പെടാൻ തയ്യാറാകാതെ അവൻ കർത്താവിനോട് തർക്കുത്തരം പറയുകയാണ്. ദൈവത്തെ അവൻ ചോദ്യം ചെയ്യുകയാണ്. രക്ഷകനെ ചോദ്യം ചെയ്തുകൊണ്ട് മാരകമായ പാപത്തിൽ അവൻ മരിക്കുകയാണ്. അവൻ്റെ അവസാനത്തെ അവസരവും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. അവസരങ്ങൾ തട്ടിക്കളയരുതേ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മനോഹരമാണ്. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. അവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ തെറ്റായ പ്രവൃത്തികൾ വഴി നീ മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. ദൈവം പറയാം, അധർമ്മികളായ മനുഷ്യർ, പാപികളായ മനുഷ്യർ മരണത്തെ അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്ഷണിച്ചു വരുത്തി, സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്ഷണിച്ചു വരുത്തി, മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായിട്ട് കൂട്ടുകൂടി സഖ്യം ചേർന്ന് തങ്ങളെ തന്നെ നശിപ്പിച്ച് കളയുന്നു. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും മരിക്കരുതെന്നായിരുന്നു. പിതാവേ, അങ്ങയുടെ മനസ്സ് കാണാനും ഭാഗ്യം തരണമേ, അങ്ങയുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നെന്ന് കാണാൻ ഭാഗ്യം തരണമേ. അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഞാനും നിങ്ങളും ഒരിക്കലും മരിക്കരുതെന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം അനശ്വരനായിരിക്കുന്നത് പോലെ, അമർത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളായ ഞാനും നിങ്ങളും ഒരിക്കലും മരിക്കരുതെന്നായിരുന്നു സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവം പറഞ്ഞു, മരണത്തെ തുടരുത്, നിന്റെ വാക്കും പ്രവൃത്തിയും വഴി നീ മരണത്തെ കൈനീട്ടി വാങ്ങിക്കരുത്. മനുഷ്യവർഗം മരണത്തെ കൈനീട്ടി വാങ്ങിക്കുകയായിരുന്നു. ഞാനും നിങ്ങളും മരണത്തെ നമ്മുടെ പാപം വഴി കൈനീട്ടി വാങ്ങിക്കുകയാണ്. എങ്കിലും മാനസാന്തരപ്പെടാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. 2-ാമത്തെ വ്യക്തി കുരിശിൽ കിടക്കുന്നു, ഡൈയിങ് ടു സിൻ. അവനവൻ്റെ പാപത്തിന് മരിക്കുകയാണ്. അവനും ഒരു വലിയ കുറ്റവാളിയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും അവൻ കുറ്റവാളിയാണ്. അവന് കിട്ടിയ അവസരങ്ങളൊന്നും അവൻ മുതലെടുത്തില്ല. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയില്ല, അത്ഭുതം കാണാൻ പോയില്ല, എങ്ങും പോയില്ല. എങ്കിലും കുരിശിൽ അവൻ പിടയുന്ന സമയത്ത്, എല്ലാ കാര്യങ്ങളും പ്രതികൂലമായിരിക്കുന്ന സമയത്ത്, താഴെ നിൽക്കുന്ന യഹൂദമതത്തിൻ്റെ പുരോഹിതന്മാർ ഉച്ചത്തിൽ ആക്രോശിക്കുകയാണ്, യേശുവിനെതിരെ അട്ടഹസിക്കുകയാണ്, യേശുവിനെ പരിഹസിക്കുകയാണ്, യേശുവിനെ നിന്ദിക്കുകയാണ്. താഴെ നിൽക്കുന്ന ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം കൂക്കി വിളിക്കുന്നുണ്ട്. കുരിശിൻ്റെ താഴെ മഗ്ദലന മറിയം കരയുന്നു, യോഹന്നാൻ കരയുന്നു, പരിശുദ്ധ കന്യകാമറിയം വിങ്ങിപ്പൊട്ടുന്നു. ഇതല്ലാതെ കുറച്ച് സ്ത്രീകളും കൂടെ നിലവിളിക്കുന്നുണ്ട്. ബാക്കി ഒരുപാട് പേർ പരിഹസിക്കുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം യേശുവിൻ്റെ ശിരസിൽ മുൾമുടിയുണ്ട്, യേശുവിന് രക്തമൊലിക്കുന്നുണ്ട്, മുറിവുകളുണ്ട്. നിസ്സഹായനായി അനങ്ങാൻ പോലും പറ്റാതെ, ഒരത്ഭുതവും ചെയ്യാൻ സാധിക്കാതെ, ഒരു കഴിവുകെട്ടവനെ പോലെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് അവൻ നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമുണ്ടാകുകയാണ്. അവൻ രക്ഷകനെ തിരിച്ചറിയുകയാണ്. എനിക്കറിയത്തില്ല ഇത് വ്യാഖ്യാനിക്കാൻ, എങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്, പരിശുദ്ധ മറിയമെങ്ങാനും പ്രാർത്ഥിച്ച് കാണുമോ എന്ന് ഞാൻ പലപ്പോഴും ഈ ഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. മാതാവ് പ്രാർത്ഥിച്ചു കാണും, പിതാവേ, ഇവർക്ക് 2 പേർക്കും ഒന്ന് മാനസാന്തരം കൊടുക്കണമേ, ഇവർക്ക് 2 പേരും എൻ്റെ പുത്രനെ തിരിച്ചറിഞ്ഞെങ്കിൽ, എൻ്റെ പൊന്നുമകൻ രക്ഷകനാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞെങ്കിലെന്ന്
ആ വേദനയുടെ മധ്യത്തിലും അമ്മ പ്രാർത്ഥിച്ച് കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സുവിശേഷങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. സ്വർഗത്ത് പോകുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് അത് ചോദിക്കാനായിട്ടിരിക്കുകയാണ്. കാരണം മാതാവിൻ്റെ ഹൃദയം കാണുന്ന എനിക്ക് മനസ്സിലാകുന്നു. മാതാവ് സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അമ്മയല്ലേ. മാതാവും പരിശുദ്ധ മറിയം സ്നേഹം നിറഞ്ഞ റോസാപ്പൂവാണ്. അവൾ അവളുടെ വേദനയുടെ ഇടയിലും മരിക്കാൻ പോകുന്ന 2 ചെറുപ്പക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ഒരുത്തൻ തൻ്റെ കഠിന ഹൃദയം വഴി തട്ടിക്കളഞ്ഞെങ്കിലും മറ്റൊരുവൻ അതിൻ്റെ ഫലം നേടിയെടുക്കുകയാണ്. അവന് പാപബോധമുണ്ടാകുന്നു, പശ്ചാത്താപമുണ്ടാകുന്നു. അവൻ യേശുവിനെ ഒന്ന് ചരിഞ്ഞു നോൽക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാമത്തെ തിരുവചനം പറയുന്നു, ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ടേൺ ടു മീ, എന്നിലേക്ക് നോക്കുക, എന്നിലേക്ക് തിരിയുക. ലോകത്തിലേക്കും ലോകത്തിൻ്റെ പാപസുഖങ്ങളിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, നീ എന്നിലേക്ക് തിരിയുക. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. There is no other God. I am God Almighty. There is no other God. Turn to me. എന്നിലേക്ക് തിരിയുക. ദൈവം വിളിക്കുകയാണ്. ഈ ശബ്ദമല്ലേ മാനസാന്തരപ്പെട്ട കള്ളൻ കേട്ട് തിരിച്ച് അവൻ കർത്താവിനെ നോക്കിയത്. അവൻ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി. യേശുവിനെ അവൻ തിരിച്ചറിഞ്ഞു, രക്ഷകനെ തിരിച്ചറിഞ്ഞു. അവൻ അവസാന നിമിഷം മാനസാന്തരപ്പെടുകയാണ്. അവൻ്റെ ഹൃദയം പൊട്ടിത്തകരുകയാണ്. അവൻ നിലവിളിച്ച്, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞവനാണ്, പാപത്തിൽ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞവനാണ്. പക്ഷേ ഞാൻ അങ്ങയെ തിരിച്ചറിയുന്ന കർത്താവേ, മുൾമുടി അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ശിരസിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ മുൾമുടി അല്ല കാണുന്നത്, മഹത്വത്തിൻ്റെ കിരീടം ഞാൻ കാണുകയാണ്. രാജാവിൻ്റെ കിരീടം ഞാൻ കാണുകയാണ്. അങ്ങ് രാജാതി രാജനായി കടന്നു വരുന്നത് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കർത്താവേ. മുറിവേറ്റിരിക്കുന്ന അങ്ങയുടെ ശരീരത്തെ ഞാൻ നോക്കുമ്പോൾ ഉത്ഥാനത്തിൻ്റെ പ്രകാശം ഞാൻ കാണുകയാണ്. അങ്ങ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാൻ വിശ്വാസത്താൽ കാണുന്ന കർത്താവേ. അങ്ങയുടെ ശരീരത്തെ തറച്ചിരിക്കുന്ന 3 ആണികൾക്ക് പകരം ഞാൻ കാണുന്നത് കരുണയാണ് കർത്താവേ, സ്നേഹമാണ് കർത്താവേ, മനസ്സലിവാണ് കർത്താവേ ഞാൻ അവിടെ കാണുന്നത്. എന്നോടുള്ള സ്നേഹമാണ് കർത്താവേ ഞാൻ അവിടെ കാണുന്നത്. യേശുവേ, നീ രാജാവാണ്, നീ കർത്താവാണ്, നീ രക്ഷകനാണ്. നീ എന്നെ ഒന്ന് ഓർക്കണമേ കർത്താവേ. നീ ഒന്ന് ഓർത്താൽ ഞാൻ രക്ഷപ്പെടും കർത്താവേ. നീ ഒരു വാക്കുപോലും പറയണ്ട. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അതിനേക്കാൾ എത്രയോ വലിയ വിശ്വാസമാണ്. നീ വാക്കുപോലും പറയണ്ട. നിന്റെ ചിന്താമണ്ഡലത്തിൽ നീ എന്നെ ഒന്ന് ഓർത്താൽ മതി, അത് മതി കർത്താവേ. യു ആർ ഗോഡ്. അങ്ങ് ദൈവമാണ്. അങ്ങ് ഓർത്താൽ പോലും അതിന് ഫലമുണ്ടാകും. ഒരു വാക്കുപോലും പറയണ്ട. അങ്ങയുടെ ഉള്ളിൽ അങ്ങ് എന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ രക്ഷ പ്രാപിക്കും. കർത്താവിനതങ്ങ് ഇഷ്ടപ്പെട്ടു. സകലരും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ തിരിച്ചറിഞ്ഞ ഒരുവൻ, യേശു സ്നേഹത്തോടെ അവനെ നോക്കിയിട്ട് പറഞ്ഞു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. സാത്താനെ ആരാധിച്ചു കൊണ്ടിരുന്ന സാത്താൻ്റെ പുരോഹിതനായിരുന്നു ജോൺ റാമിനസ് എന്ന് പറയുന്ന വ്യക്തി. സാത്താനെ ആരാധിച്ച് ബലികൾ നടത്തി, മൃഗബലി നടത്തി, ഘോരമായ പാപങ്ങൾ ചെയ്ത് ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ ജോൺ റാമിനസ് എന്ന് പറയുന്ന സാത്താൻ്റെ പുരോഹിതൻ ഒരു ദിവസം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടു. അഭിഷേകം അവനെ തൊട്ടു. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി അവൻ്റെ പുറത്തുകൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കെട്ടുകൾ പൊട്ടി, അവൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവൻ രക്ഷകനെ തിരിച്ചറിഞ്ഞു. സാത്താൻ്റെ പുരോഹിതനായിരുന്ന മനുഷ്യൻ മുട്ടുകുത്തി ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശു വന്നു. പ്രിയപ്പെട്ടവരെ, ജോൺ റാമിനസ് കർത്താവിൻ്റെ വചനപ്രഘോഷകനായി തീർന്നു. ദൈവം അവൻ്റെ നാവിൽ അവൻ്റെ വചനം വെച്ച് കൊടുത്തു. ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ വെച്ചിരിക്കുന്നു. ഇടിച്ചു തകർക്കാനും പിടിതെറിയാനും നട്ടുപിടിപ്പിക്കാനും പണിതുയർത്താനും രാജ്യങ്ങളുടെയും ദേശങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഐ ഹാവ് പുട്ട് മൈ വേർഡ് ഇൻ ടു യുവർ മൗത്ത്, മൈ അനോയിന്റിങ്, മൈ പവർ, മൈ ഗ്ലോറി, മൈ ഫയർ. ജോൺ റാമിനസ് സ്വർഗത്തിൻ്റെ അംബാസിഡറായി തീർന്നു. യേശുവിൻ്റെ അഭിഷിക്തനായി തീർന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ. പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്കറിയാമോ? മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ കൊണ്ടുചെന്ന് ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റ് കാണിച്ചു കൊടുത്താൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരുന്ന ഒരു അടിമയായിരുന്നെങ്കിൽ പോലും മരിച്ചു കിടക്കുന്ന അവൻ്റെ മുമ്പിൽ കൊണ്ട് ബ്ലൂ ഫിലിമിൻ്റെ CD കാണിച്ചാൽ അവൻ നോക്കത്തില്ല. കാരണം അവൻ മരിച്ചു. ഇതാണ് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അവൻ്റെ ശരീരത്ത് കത്തി കൊണ്ട് കുത്തിയാൽ അവൻ തിരിച്ച് അനങ്ങത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അവൻ ഇന്നലെ വരെ ഗുണ്ടയായിരുന്നു കാണും,
ഒന്നടിച്ചാൽ 10 തിരിച്ചടിക്കുന്നവനാണ്. പക്ഷേ മരിച്ചു കിടക്കുന്ന അവനെ കത്തി കൊണ്ട് കുത്തിയാൽ അവൻ അനങ്ങില്ല. ഇതാണ് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. മൂന്നാമതൊരാളെ കൂടെ കാൽവരി കുരിശിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നു. പാപത്തിന് വേണ്ടി മരിക്കുന്ന ഒരുവൻ, ഡൈയിങ് ഫോർ സിൻ, ദാറ്റ് ഈസ് അവർ വണ്ടർഫുൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പാപത്തിന് വേണ്ടി മരിക്കുന്നവൻ, ഒരു പാപം പോലും ഇല്ലാതിരുന്നിട്ടും പാപികൾക്ക് വേണ്ടി മരിക്കുന്നവൻ, പാപത്തിന് വേണ്ടി മരിക്കുന്നവൻ, ഡൈയിങ് ഫോർ സിൻ. നിങ്ങൾ ഈ അടുത്ത നാളിൽ സൺഡേ ശാലോം എന്ന് പറയുന്ന പത്രത്തിൽ, ശാലോമിൻ്റെ മനോഹരമായ പത്രത്തിൽ, ഞായറാഴ്ചയിൽ ഇറങ്ങുന്ന ഈ പത്രത്തിൽ നിങ്ങളൊരു വാർത്ത വായിച്ച് കാണണം. കുറച്ചു പേരെങ്കിലും വായിച്ചു കാണും എന്ന് ഞാൻ ഓർക്കുകയാണ്. അമേരിക്കയിലെ മിടുമിടുക്കനായ ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ മാർട്ടിൻ സാലിയ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഒരു ആഫ്രോ അമേരിക്കൻ ഡോക്ടറാണ്. ഭാര്യയും മക്കളുമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 അദ്ദേഹം കേട്ടു, ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഇതാ എബോള വൈറസ് പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് ആളുകൾ പിടഞ്ഞു മരിക്കുന്നു, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല. അമേരിക്കയിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് വലിയ ശമ്പളം പറ്റിക്കൊണ്ടിരുന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായ അഭിഷേകം നിറഞ്ഞ ഡോക്ടർ മാർട്ടിൻ സാലിയ തൻ്റെ ഭാര്യയോടും മക്കളോടും ടാറ്റ പറഞ്ഞിട്ട് അദ്ദേഹം വിമാനം കയറി ആഫ്രിക്കയിലേക്ക്. അദ്ദേഹം ആഫ്രിക്കയിൽ ചെന്നു. എബോള വൈറസ് ബാധിച്ചുകൊണ്ടിരുന്ന 100 കണക്കിന് രോഗികളുടെ ഇടയ്ക്ക് രാവും പകലും ഓടി നടന്ന് അവരെ ശുശ്രൂഷിച്ചു. 100 കണക്കിന് പേർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും അദ്ദേഹം സമർപ്പിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ എബോള വൈറസ് ബാധിച്ചു. അദ്ദേഹം മരിച്ചു വീണു. മഹാനായ മനുഷ്യൻ എന്ന് ലോകം മുഴുവൻ വാഴ്ത്തി യേശുവിൻ്റെ സാക്ഷിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാനിതിവിടെ പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് എബോള വൈറസ് കിട്ടത്തില്ലായിരുന്നു. അദ്ദേഹം എബോള വൈറസ് ബാധിച്ച് ഈ പ്രായത്തിൽ മരിക്കേണ്ട കാര്യമില്ല. അമേരിക്കയിലെ എല്ലാ ലക്ഷറിയും എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എബോള വൈറസ് ബാധിച്ച് ആഫ്രിക്കയിൽ തൻ്റെ സഹോദരങ്ങൾ പിടഞ്ഞു മരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ തൻ്റെ സുഖം മറന്നിട്ട് അദ്ദേഹം മറ്റുള്ളവൻ്റെ വേദന ഏറ്റെടുത്തു. സ്വർഗത്തിൻ്റെ മഹത്വം നിത്യത മുഴുവൻ ആദ്യം മുതൽ അനുഭവിച്ചുകൊണ്ടിരുന്ന യേശു തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഭൂമിയിൽ പാപത്താൽ പിടയുന്നത് കണ്ടപ്പോൾ തനിക്കുണ്ടായിരുന്ന സുഖം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പകരമായി കുരിശിൽ മരിച്ചു. എന്തിനാണെന്നറിയാമോ? യേശുവിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. തനിക്ക് ഉള്ള മഹത്വം തൻ്റെ മക്കൾക്ക് കിട്ടണം, തനിക്കുള്ള സുഖം തൻ്റെ മക്കൾക്ക് കിട്ടണം, താൻ അനുഭവിക്കുന്ന ആനന്ദവും സുഖസൗകര്യങ്ങളും തൻ്റെ മക്കൾക്ക് കിട്ടണം. സ്വർഗത്തിലെ പിതാവിൻ്റെ കൂട്ടായ്മ പാപികളായ മക്കൾക്ക് കിട്ടണം. തൻ്റെ വാസസ്ഥലമായ സ്വർഗം മക്കൾക്ക് കിട്ടണം. താൻ അനുഭവിക്കുന്നതെല്ലാം തൻ്റെ മക്കൾക്ക് കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം. അതാണ് യഥാർത്ഥ സ്നേഹം. ഞാൻ അനുഭവിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് കിട്ടണം. ഇതായിരുന്നു യേശുവിനെ നിർബന്ധിപ്പിച്ച സ്നേഹം. ഈ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഡൈയിങ് ഫോർ സിൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ ശാലോം TV-യിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവമായ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പിതാവായ ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച എൻ്റെ പൊന്നോമന പുത്രൻ്റെ കുരിശുമരണത്തിൽ നീ വിശ്വസിക്കുന്നോ? അവൻ്റെ ഉയർപ്പിൽ നീ വിശ്വസിക്കുന്നോ? നിന്റെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു എന്ന് നീ വിശ്വസിക്കുന്നോ? ഇല്ല എങ്കിൽ ഇപ്പോൾ നിന്റെ ജീവിതം നീ യേശുവിന് സമർപ്പിക്കുമോ? യേശുവേ, ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച അങ്ങയുടെ മുൻപിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവേ. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധമായ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. ലോക ചരിത്രത്തിൽ, ഐ റിപ്പീറ്റ്, ലോക ചരിത്രത്തിൽ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകത്തും ഇല്ല. അങ്ങനെ ഒരേ ഒരാളുണ്ട്, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശുവിന് നമ്മുടെ ജീവിതം കൊടുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കയറിയിരിക്കാം. രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാം. നല്ല ദൈവമേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്ന കർത്താവേ, എന്നെ കഴുകണമേ, പരിശുദ്ധ രക്തത്താൽ കഴുകണമേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. ഞാൻ എന്നും അങ്ങയുടേത് മാത്രമായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.